മലപ്പുറത്ത് നിധി കിട്ടിയതാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വ്യാജ സ്വർണം നൽകി വ്യാപാരിയിൽ നിന്ന് 5 ലക്ഷം രൂപ തട്ടിയതായി പരാതി. വളാഞ്ചേരിയിലെ ബേക്കറി വ്യാപാരിയിൽ നിന്നാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ പണം തട്ടിയെടുത്തത്. വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത്. സ്വർണ്ണാഭരണത്തിന്റെ ഒരു ഭാഗവുമായി 3 പേരും വ്യാപാരിയെ സമീപിക്കുകയായിരുന്നു. തങ്ങൾക്ക് നിധി കിട്ടിയതാണെന്നും 1 കിലോയോളം സ്വർണ്ണമുണ്ടെന്നും ഇവർ വ്യാപാരിയോട് പറഞ്ഞു. കൊണ്ടുവന്ന സ്വർണത്തിന്റെ ഭാഗം പരിശോധിച്ചപ്പോൾ ഒറിജിനൽ സ്വർണ്ണമാണെന്ന് തെളിഞ്ഞതോടെ മുഴുവൻ സ്വർണവുമായി വന്നാൽ പണം നൽകാമെന്ന് വ്യാപാരി സമ്മതിച്ചു. ഇതനുസരിച്ച് തിങ്കളാഴ്ച തട്ടിപ്പ് സംഘം വളാഞ്ചേരിയിലെ ഒരു കോഫി ഷോപ്പിൽ വെച്ച് സ്വർണം വ്യാപാരിക്ക് കൈമാറുകയും 5 ലക്ഷം രൂപയുമായി മുങ്ങുകയുമായിരുന്നു. പിന്നീട് വ്യാപാരി പരിശോധിച്ചപ്പോഴാണ് ഇത് വ്യാജ സ്വർണമാണെന്ന് മനസ്സിലായത്. ഇതോടെ വ്യാപാരി വളാഞ്ചേരി പോലീസിൽ പരാതി നൽകി. പോലീസ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരാളെ കബളിപ്പിച്ച് സ്വത്ത് തട്ടിയെടുത്തതിന് 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ന്യൂസ് മലയാളം, മലപ്പുറം. പാലക്കാട് പട്ടാമ്പി നഗരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കവർച്ച. റെയിൽവേ കമാനത്തിന് സമീപത്തെ 2 സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. വ്യാപാരികൾ ജാഗ്രത പാലിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ പറഞ്ഞു. പട്ടാമ്പി റെയിൽവേ കമാനത്തിന് സമീപമുള്ള 2 സ്ഥാപനങ്ങളിലാണ് ഇന്നലെ രാത്രി മോഷണം നടന്നത്. രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണവിവരം അറിയുന്നത്. 2 വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലാണ് കവർച്ചയുണ്ടായത്. ഒരു സ്ഥാപനത്തിലെ ക്യാഷ് കൗണ്ടറിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാവിലെ മോന് ഷോപ്പ് തുറക്കുമ്പോഴാണ് ഈ അവസ്ഥ കാണുന്നത്. കാരണം പൊളിച്ച് ആകെ അലങ്കോലാക്കിയിട്ടുണ്ട്. CCTV ഒക്കെ പൊളിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാഷൊക്കെ എടുത്തുകൊണ്ടിരിക്കും. മറ്റ് സാധനങ്ങളൊന്നുമില്ല. പക്ഷെ 2 ഷോപ്പിലും കയറിയിട്ടുണ്ട്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും സ്ഥാപനത്തിന്റെ സുരക്ഷയോടൊപ്പം മറ്റു കടകളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്ത് സ്ഥാപനത്തിന് പുറത്തുകൂടി CCTVകൾ സ്ഥാപിക്കണമെന്നും വ്യാപാരികൾ ജാഗ്രത പാലിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ പറഞ്ഞു. രാത്രി കാലങ്ങളിൽ തുറന്നിരിക്കുന്ന സ്ഥാപനങ്ങൾ നിർബന്ധമായിട്ടും ആ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ വരുന്നവരും പതിയെ പോകുന്നവരുമായിട്ടുള്ള ആൾക്കാരെ ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സംവിധാനം വേണമെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒന്നുകൂടി അലർട്ടായിട്ട് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം. 2 കടകളിലും സീലിംഗ് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. സംഭവത്തിൽ പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, പാലക്കാട്.